യാത്രയിലുടനീളം ഇരുവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ എന്തായിപ്പോൾ പറ്റിയത് എന്ന് ശിവാനി ചിന്തിക്കാതിരുന്നില്ല. ശിവാനിയോട് എന്താണ് പറയേണ്ടതെന്ന് ലക്ഷ്മി അറിയില്ലായിരുന്നു. അച്ഛൻ്റെ മരണം അറിഞ്ഞാൽ ശിവാനി എങ്ങനെ പ്രതികരിക്കും? അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തന്നിൽ വാക്കുകളില്ല. അതാണ് അവൻ അവളോടൊന്നും മിണ്ടാതിരുന്നത്. അവനൊന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്നവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്നാണ് കാണാൻ പറ്റുക എന്നവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. വീട്ടിൽ എത്തുന്നതിന് മുൻപായി ലക്ഷ് വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തി. ശിവാനി അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി. ലക്ഷ് ശിവാനി ഇറകെ പുണർന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നു. അവളിൽ നിന്ന് അകന്നു മാറി. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നപ്പോൾ അവൾക്കൊന്നും വ്യക്തമായില്ല. ശിവാനി, എന്തു തന്നെ സംഭവിച്ചാലും ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകരുത്. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കൂടെ ഞാനുണ്ടാവും. ഒരിക്കലും കൈവിടില്ല. എന്ത് സങ്കടം വന്നാലും എന്നെ ഒന്ന് ഓർത്താൽ മതി. ഞാൻ ആ നിമിഷം നിന്റെ അരികിൽ ഓടിയെത്തും എന്നും പറഞ്ഞ് അവളുടെ നിറകയിൽ ചുണ്ടമർത്തി. ശിവാനി ഒരു പാവക്കണക്കെ എല്ലാം കേട്ടു നിന്നു. ശിവാനിയുടെ വീടിന് കുറച്ച് അകലെയായിട്ടാണ് ലക്ഷ്മി വണ്ടി നിർത്തിയത്. അവൾ തൻ്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഈ അവസരത്തിൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൻ എങ്ങനെ ചെയ്തത്. ഇറങ്ങാൻ നേരം അവൾ ഒന്നുകൂടി അവനെ നോക്കി ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു. തൻ്റെ വീട്ടുമുറ്റത്ത് ആൾക്കാർ കൂടിയിരിക്കുന്നത് കണ്ടതും എന്താ കാര്യം എന്നറിയാതെ ശിവാനി വേഗത്തിൽ മുന്നോട്ട് നടന്നു. മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നുകൂടി. ആൾക്കാരുടെ അടക്കം പറച്ചിലും ആരുടെയോ കരച്ചിലും കൂടി കാതിൽ തുളച്ചു കയറിയതും എന്തോ ഒരു അപായ സൂചന അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. അച്ഛനും ശ്രാവണിനും എന്തെങ്കിലും പറ്റിക്കാണോ എന്നായിരുന്നു അവളുടെ മനസ്സ് നിറയെ. പിന്നീട് അങ്ങോട്ട് അവരെ കാണാനുള്ള തത്രപ്പാടായിരുന്നു. വീട്ടുപടിക്കലെത്തിയതും പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ഒരുപാട് മുഖങ്ങൾ തന്നെ സഹതാപത്തോടെ നോക്കുന്നു. വീടിനകത്തെത്തിയതും വെള്ള പുതപ്പിച്ച അച്ഛൻ്റെ ജീവനറ്റ ശരീരത്തിന് മുന്നിലിരുന്ന് വിതുമ്പിക്കരയുന്ന തൻ്റെ കുഞ്ഞനുജനെ കണ്ടതും താനിപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോവും എന്നവൾക്ക് തോന്നിപ്പോയി. ഒരാശ്രയത്തിന് ആരുടെയോ തോളിൽ അവൾ കൈവച്ചു പോയി. ശ്രാവണിനെ ആരൊക്കെയോ ചേർന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരെയൊന്നും ഇതുവരെ അവൾ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവനരികിൽ എത്തണം എന്നുണ്ടെങ്കിലും ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ വേച്ച് എങ്ങനെയൊക്കെയോ അവൻ്റെ അരികിലെത്തിയപ്പോൾ അവനൊരു പൊട്ടിക്കരച്ചിലൂടെ അവളെ ഇറുകെ പുണർന്നു. അവൾക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല. അവസാനമായി ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും അച്ഛൻ്റെ അരികിലില്ലാതായിപ്പോയല്ലോ. അച്ഛൻ ഒറ്റയ്ക്കാക്കി പോയത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ ഉടലെടുത്തു. അച്ഛന് വേണ്ടിയായിരുന്നു ഈ വേഷമൊക്കെയും കെട്ടിയാടിയത്. എന്നിട്ടെന്തായി? അച്ഛനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ ചെന്ന് ഒരുപാട് നേരം അങ്ങനെ മുഖത്തേക്ക് നോക്കി നിന്നു. അച്ഛൻ അവസാന ചുംബനം ചാർത്തുമ്പോഴും അവൾ കരഞ്ഞില്ല. ഒന്ന് കരയാൻ പോലും ആവാതെ ആത്മാവില്ലാത്ത ശരീരങ്ങളൊക്കെ അവൾ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്നും കാണാനാവാതെ ലക്ഷ്മി ദൂരെ നിന്നു. ചടങ്ങുകളൊക്കെയും കഴിഞ്ഞതും എല്ലാവരും മടങ്ങിയെങ്കിലും കുറച്ചു പേർ ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ പേരും പറഞ്ഞ് 2-3 ദിവസം അവിടെ തങ്ങിയെങ്കിലും ശിവാനി ആരുമായും സംസാരിക്കാനോ ഇടപഴകാനോ പോയില്ല. അതുകൊണ്ടാവാം അച്ഛൻ്റെ പെങ്ങളെന്നും സഹോദരനാണെന്നും സഹോദര ഭാര്യയാണെന്നും അവരുടെ മക്കളാണെന്നും പറഞ്ഞു വന്നവരെ 3-ാം നാൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. പോവാൻ നേരം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം എന്ന് അച്ഛൻ്റെ പെങ്ങൾ ശിവാനിയോട് പറഞ്ഞപ്പോൾ ശിവാനി അവരോട് പറഞ്ഞു, ഇനി ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. എൻ്റെ അച്ഛനുള്ളപ്പോൾ നിങ്ങളെ ഒന്നും ഈ ഭാഗത്ത് കണ്ടില്ലല്ലോ, പിന്നെ ഇനി എന്തിനാ ആ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? ശിവാനിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. മോളെ, നീ ഒറ്റയ്ക്ക് ഇവനെയും കൊണ്ട് എങ്ങനെയാ? അച്ഛൻ്റെ പെങ്ങളെന്ന് പറയുന്ന സ്ത്രീ അല്പം സ്നേഹം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാനും ഇവനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛനുള്ളപ്പോൾ കണ്ടില്ലല്ലോ ഈ സ്നേഹമൊക്കെയും. ആ മനുഷ്യൻ നിങ്ങളെയൊക്കെ കാണാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ. അതുകൊണ്ട് തുടർന്നും ഞങ്ങൾക്ക് ആരുടെയും സ്നേഹവും സഹതാപവും ഒന്നും ആവശ്യമില്ല, ശിവാനി തുറന്നു പറഞ്ഞു. കേട്ടില്ലമ്മേ അവൾ പറയുന്നത്? ഇനിയും നമ്മളിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. വാ, നമുക്ക് പോയേക്കാം. പെൺപിള്ളേരായാലേ ഇത്ര അഹങ്കാരം പാടില്ല. അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞു വന്നാൽ അവരുടെ മകനാണ് അതെന്ന് ശിവാനിക്ക് മനസ്സിലായി. ശിവാനി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാലും ശരത്തെ, നമ്മൾ എങ്ങനെയാണ് ഇവരെ തനിച്ചാക്കി പോകുന്നത്? ഇത്രയും നാളും ഏട്ടനുണ്ടായിരുന്നല്ലോ എന്ന് കരുതാം. ഇനിയിപ്പോൾ അമ്മ വരുന്നുണ്ടോ? ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ശരത് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന ലക്ഷ്മിനെ അവൻ കാണുന്നത്. നമ്മളെയൊക്കെ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അവൾക്ക് കൂട്ടിരിക്കാനും ക്ഷേമന്വേഷിക്കാനും ഇതുപോലെ പലരും കാണും. ലക്ഷ്മിയെ നോക്കിയാണ് അവനത് പറഞ്ഞത്. അന്നേരം ലക്ഷ്മി ചൊറിഞ്ഞു വന്നതായിരുന്നു. പക്ഷെ ശിവാനിക്ക് വേണ്ടി അവനൊന്നും മിണ്ടാതിരുന്നു. ബാക്കിയുള്ളവരും ലക്ഷ്മിയെയും ശിവാനിയും വല്ലാത്തൊരു ഭാവത്തെ നോക്കി അവിടെ നിന്ന് പോയി. അവരൊക്കെ പോയതും ശിവാനി ലക്ഷ്മിയെ ശ്രദ്ധിക്കാതെ അകത്ത് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ലക്ഷ്മി പിറകിൽ നിന്ന് വിളിക്കുന്നത്. ശിവാനി, നീ എന്താ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നത്? ഞാൻ നിന്നെ കാണാനാണ് വന്നത്. എന്നെ കാണാനോ? എന്തിന്? അതിന് നിങ്ങളെൻ്റെ ആരാ? എൻ്റെ അച്ഛനെ കൊന്നില്ലേ നിങ്ങളെല്ലാവരും കൂടി? ഇനി എൻ്റെയും എൻ്റെ അനിയൻ്റെയും ജീവനെടുക്കാൻ വേണ്ടി നിങ്ങളുടെ അച്ഛനും അപ്പച്ചിയും പറഞ്ഞു വിട്ടതാണോ നിങ്ങളെ? എന്തിനായിരുന്നു ഇതൊക്കെയും? ഞാൻ പറഞ്ഞതല്ലേ എന്നെ വെറുതെ വിട്ടേക്കാം.
ഇപ്പോൾ കൊന്നു കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ? ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞതാ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാന്ന്. എന്നിട്ടും ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞില്ലേ? ഇത്രയും ദിവസം അടക്കി വെച്ചിരുന്ന കണ്ണുനീർ മുഴുവനും അണപൊട്ടി ഒഴുകി. ശിവാനി ഇനി എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്യ അവളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. ഈ പകല് പോലെ സത്യം. നിങ്ങളുടെ അച്ഛനും അപ്പച്ചിയും അച്ഛൻ മരിക്കുന്നതിന് തലേ ദിവസം ഇവിടെ വന്നിരുന്നു. മകൾ പണത്തിന് വേണ്ടി ഒരു അന്യപുരുഷൻ്റെ കിടക്ക പങ്കിടുകയാണെന്ന് വരെ പറഞ്ഞാൽ ഏതൊരച്ഛനാ സഹിക്കാൻ പറ്റുക? ഞാൻ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കുകയാണെന്നും ജോലിക്കാണെന്ന് പറഞ്ഞു പോയിട്ട് പല സ്ഥലത്തും ചുറ്റിക്കറങ്ങിയാണെന്നും പണത്തിനു വേണ്ടി അച്ഛനാണ് മകളെ ഇതിന് പറഞ്ഞയച്ചതെന്നും മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞയക്കുന്നതിന് പകരം നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്ന് വരെ നിങ്ങളുടെ അപ്പച്ചി എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ എന്നെ കല്യാണം കഴിക്കില്ല എന്നും അവരെ തോൽപ്പിക്കാൻ ഇത് തൽക്കാലത്തേക്കുള്ള ഇടപാടാണെന്നും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളെ ലക്ഷ് മഹാദേവൻ കറിവേപ്പില പോലെ ഉപേക്ഷിക്കുന്നു, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കിയതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അവർ പോയത്. അതൊക്കെ കേട്ട് ഹൃദയം പൊട്ടിയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഒരാളുടെ മുന്നിലും തലകുനിക്കാത്ത അച്ഛൻ അന്ന് നിങ്ങളുടെ അച്ഛനും അപ്പച്ചിയും പറയുന്നത് കേട്ട് തലകുനിച്ച് ഒന്നും മിണ്ടാനാവാതെ നിൽക്കേണ്ടി വന്നു. ദേ ഇവൻ എല്ലാത്തിനും സാക്ഷിയാണ്. ഇവനും കേട്ടതാണ് എല്ലാം. അതുമാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ നിരന്തരം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. നിങ്ങളെ വിട്ടുപോയില്ലെങ്കിൽ ഇവനെയും എൻ്റെ അച്ഛനെയും കൊന്നുകളയുമെന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയായിരുന്നു. കൊന്നില്ലേ? ഇപ്പം കൊന്നില്ലേ? എൻ്റെ അച്ഛനെ കൊന്നില്ലേ? ഇനി ഇവരെയും കൂടി കൊലയ്ക്ക് കൊടുത്താലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ. ശിവാനി, ഞാനൊന്നും അറിഞ്ഞില്ല. അവർ ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ എങ്ങനെ ശിക്ഷിക്കണത്? നിനക്കറിയില്ലേ ശിവാനി, എനിക്ക് നീയില്ലാതെ പറ്റില്ലെന്ന്. നിന്നെ വേദനിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്താം. നീ വിധിക്കുന്ന ശിക്ഷ അവർ ഏറ്റുവാങ്ങും ശിവാനി. പക്ഷെ നീ എന്നെ വേണ്ടെന്ന് വെക്കരുത്. പ്ലീസ് സർ, പ്ലീസ്, ഒന്നും വേണ്ട. എന്നെ വെറുതെ വിട്ടാൽ മതി. ഓരോരുത്തരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ സാർ. പ്ലീസ്, എന്നെ ഒന്ന് മറന്നേക്ക്. എനിക്കിനി സാറിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റില്ല. അതെൻ്റെ അച്ഛനോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്നും പറഞ്ഞ് ശിവാനി അകത്തേക്ക് പോയി. ശ്രാവണിന് ലക്ഷ്യൻ്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. സാറിപ്പോൾ പൊയ്ക്കോളൂ, ഞാൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. സാറിനോട് അച്ഛന് ഒരു ദേഷ്യമില്ലായിരുന്നു. സാറിനോട് അത് പറയണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ശ്രാവൺ, നീ വരുന്നുണ്ടോ? ശിവാനി അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. ആ ചേച്ചി വരാം. സാർ, ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ചേച്ചി എന്നോട് ദേഷ്യപ്പെടും. ശരി, പൊയ്ക്കോ. പിന്നെ ശ്രാവൺ, ഒരു നിമിഷം എന്ന് പറഞ്ഞ് ലക്ഷ് തൻ്റെ ഫോണെടുത്ത് അതിലുള്ള ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഇയാളാണോ അന്ന് അച്ഛനെ കാണാൻ വന്നത്? അല്ല സർ, ഇയാളല്ല. ലക്ഷ് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആയിരുന്നു കാട്ടിക്കൊടുത്തത്. എൻ്റെ അച്ഛൻ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ലക്ഷ് വീണ്ടും ചോദിച്ചു. അതേ സർ, വന്നവർ സാറിൻ്റെ അച്ഛനും അപ്പച്ചിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഒരല്പനേരം ചിന്തിച്ച ശേഷം ലക്ഷ് അപ്പച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അന്ന് വന്നത് അവരാണെന്ന് ശ്രാവൺ സമ്മതിച്ചു. ശേഷം ലക്ഷ് തൻ്റെ വല്യച്ഛൻ്റെ ഫോട്ടോ ശ്രാവണിന് കാട്ടിക്കൊടുത്തപ്പോൾ അന്ന് ഇയാളാണ് വന്നതെന്ന് ലക്ഷിനോട് അവൻ പറഞ്ഞു. അങ്ങനെ ശ്രാവണിനോട് പൊയ്ക്കോളാൻ പറഞ്ഞുകൊണ്ട് ലക്ഷ് അവിടെ നിന്ന് ഇറങ്ങി. അവൻ പടിയിറങ്ങി പോകുന്നത് ശിവാനി അകത്ത് നിന്ന് ജനാല വഴി നോക്കിക്കാണായിരുന്നു. ലക്ഷ് ഒന്ന് തിരിഞ്ഞു നോക്കിയതും ശിവാനി പെട്ടെന്ന് മറഞ്ഞു നിന്നു. ലക്ഷ്യന് അതോടെ ചിലത് ബോധ്യമായി. തൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് ശിവാനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ശിവാനിയുടെ വീട്ടിൽ ചെന്ന് അപവാദം പറഞ്ഞതൊക്കെയും വല്യച്ഛനും അപ്പച്ചിയും കൂടിയാണെന്ന്. ശിവാനിയുടെ ഫോണിൽ കണ്ട നമ്പർ അച്ഛൻ്റേതല്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നീടാണ് അറിയുന്നത് അത് വല്യച്ഛൻ ഉപയോഗിക്കുന്ന പുതിയ നമ്പറാണെന്ന്. ഇനി അറിയേണ്ടത് ഇതിലൊക്കെയും തൻ്റെ അച്ഛന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അച്ഛനാണെന്ന് പരിഗണന പോലും കൊടുക്കില്ല. മറിച്ച് അച്ഛൻ ഇതൊന്നും അറിയാത്ത കാര്യമാണെങ്കിൽ അച്ഛൻ്റെ നിരപരാധിത്വം തനിക്ക് ശിവാനിയുടെ മുന്നിൽ തെളിയിക്കണം. ലക്ഷ്യൻ്റെ ആഡംബരക്കാർ നാളുകൾക്ക് ശേഷം നന്ദനത്തിൽ സഡൻ ബ്രേക്കിട്ട് നിർത്തി. നന്ദനത്തിലേക്ക് പതിവില്ലാതെയുള്ള മകൻ്റെ വരവ് കണ്ട് മഹാദേവൻ്റെ മുഖം ഒന്ന് വിടർന്നുവെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ലക്ഷ്യനോട് ചോദിച്ചു, നിനക്കിങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമല്ലേ? ഞാൻ കരുതി മറന്നു കാണുമെന്ന്. അങ്ങനെ എനിക്ക് മറക്കാനൊക്കെ വച്ചാ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെയും ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായിരുന്നില്ലേ? അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നാണോ അതൊക്കെയും? പക്ഷേ ഇപ്പം ഞാൻ വന്നതേ നൊസ്റ്റു പറഞ്ഞ സമയം കളയാനല്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. ദയവ് ചെയ്ത് അച്ഛൻ എന്നോട് മാന്യമായി സഹകരിക്കണം. ഇതറിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് ഈ വീടുമായും നിങ്ങളുമായും ബന്ധം പുലർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ലക്ഷ്യൻ്റെ പറച്ചിൽ കേട്ടതും മഹാദേവൻ പറഞ്ഞു, വന്ന കാലിൽ നിൽക്കാതെ എൻ്റെ മോൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്നും പറഞ്ഞു അവനെ ഇരിക്കാൻ നിർബന്ധിച്ചപ്പോൾ അവന് വേറെ വഴിയില്ലാതെ ഇരുന്നു. ഇനി പറ, എന്താ നിനക്കറിയേണ്ടത്? മഹാദേവൻ അവനെ അഭിമുഖമായി ഇരുന്നു കൊണ്ട് ചോദിച്ചു. പറയാം, അതിനു മുൻപേ ഞാൻ അച്ഛനെ കുറച്ച് വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം.
അച്ഛന് ശബ്ദം പരിചയമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനിയുടെ ഫോണിലേക്ക് വന്ന ഭീഷണി കോളിൻ്റെ ഫുൾ വോയിസ് റെക്കോർഡ്സും അച്ഛനെ ലക്ഷ് കേൾപ്പിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് വനജയും എത്തി. ലക്ഷ്, ഇത് ഞാനല്ല, ഇതിൽ എൻ്റെ പേരാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനിതുപോലെ ആരെയും വിളിച്ചിട്ടില്ല. അന്നേരം മഹാദേവൻ്റെ സ്വരം നേർത്തിരുന്നു. അറിയാം, ഇത് അച്ഛൻ്റെ ശബ്ദമല്ലെന്നും മറിച്ച് ഇത് വല്യച്ഛൻ്റെ ശബ്ദമാണെന്നും എനിക്ക് മനസ്സിലായതാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശിവാനിയുടെ വീട്ടിൽ അപ്പച്ചിയും വല്യച്ഛനും ചെന്നിരുന്നു. അവിടെ ചെന്ന് അവർ അവളുടെ അച്ഛനോട് വളരെ മോശമായി പെരുമാറി. അവിടെ ചെന്ന് അവർ പറഞ്ഞതൊക്കെയും ലക്ഷ് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. നിലവിൽ ഹാർട്ട് പേഷ്യൻ്റായ ആ മനുഷ്യൻ അന്ന് രാത്രി ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്തു. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്, അച്ഛൻ ഇതിൽ പങ്കുണ്ടോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ല കണ്ണ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ആ കുട്ടിയോട് ചെറിയ ദേഷ്യം തോന്നിയെന്നത് സത്യമാണ്. നിന്നെക്കൊണ്ട് മേഘയെ കല്യാണം കഴിപ്പിക്കുക എന്ന് ചേച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതുപോലെ ശിവാനിയെ നിന്റെ ഭാര്യയെ കാണാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് നീ കരുതുന്നുണ്ടോ? നിനക്കറിയില്ലേ നിന്റെ അച്ഛനെ? അയാൾ തൻ്റെ നിരപരാധിത്യം മകന് മുന്നിൽ വ്യക്തമാക്കി. ആ ഒരു ഉറപ്പിന്മേലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ പാവാച്ച. എൻ്റെ വാശിയല്ല അതിന് കാരണം. നിങ്ങളുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി കുറച്ചു നേരത്തേക്ക് എൻ്റെ ഭാര്യയായി അഭിനയിക്കാൻ ഒരു പെണ്ണിനെ വേണം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആയിരുന്നു ശിവാനിയെ നിർദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ സ്റ്റാഫായ അവൾ എന്നോട് നോ പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല. അതിൻ്റെ വാശിപ്പുറത്ത് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയാണ് അന്ന് അവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ലക്ഷ് അന്ന് നടന്നതും പിന്നീട് അച്ഛമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവളെ വീണ്ടും കുരുക്കിപ്പെടുത്തി തറവാട്ടിലേക്ക് കൊണ്ടുവന്നതൊക്കെയും ലക്ഷ് അവരോട് പറഞ്ഞു തീരും മുമ്പേ ലക്ഷിൻ്റെ അമ്മയുടെ കൈ അവൻ്റെ മുഖത്ത് ആദ്യമായി പതിഞ്ഞിരുന്നു. തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ അമ്മ നോക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ് തല താഴ്ത്തി. പെണ്ണെന്ന് പറയുന്നത് നിന്നെ പോലുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഉപകരണമാണെന്ന് നീ കരുതിയ നിനക്ക് തെറ്റിക്കണ്ണ. നിനക്ക് എങ്ങനെ ആ കുട്ടിയോട് അങ്ങനെ പെരുമാറാൻ തോന്നി? അപ്പോൾ നീ അവളോട് കാണിച്ച സ്നേഹവും വെറും നാട്യമായിരുന്നല്ലേ? അല്ലമ്മ, ഒരിക്കലും അല്ല. എനിക്കവളെ ആദ്യമായി കണ്ടപ്പോഴേ ഒരിഷ്ടം തോന്നിയതാണ്. ആ ഇഷ്ടം കൊണ്ടാണ് വാശി പിടിച്ച് അവളെ തന്നെ എല്ലാത്തിനും കൂടെ നിർത്തിയത്. ഇപ്പം അവളില്ലാതെ എനിക്ക് വയ്യമ്മ. അത്രയ്ക്കും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇനി എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഫോൺ കോൾ കാരണം അവൾക്ക് എന്നെ സ്നേഹിക്കാൻ തന്നെ പേടിയായിരുന്നു. ഇതും കൂടി ആയതോടെ അവൾ എന്നെ വെറുക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവളുടെ മുന്നിൽ എൻ്റെ അച്ഛനല്ല ഇതൊക്കെയും ചെയ്തതെന്ന് എനിക്ക് തെളിയിക്കണം അച്ഛ. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ? അച്ഛൻ്റെ കരം കവർന്നുകൊണ്ട് ലക്ഷ് പറഞ്ഞതും അയാൾ ഒരു നിമിഷം മകനെ നോക്കിപ്പോയി. അച്ഛനറിയോ, അവൾ എന്നും പറയായിരുന്നു അവളെനിക്കൊട്ടും ചേരില്ലെന്ന്. എൻ്റെ അച്ഛൻ അവളെ സ്വീകരിക്കില്ലെന്ന്. അവളെ ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള അകലം കൂടുകയുള്ളൂ. അതുകൊണ്ട് അച്ഛനെ പിണക്കരുതെന്ന്. അതുപോലൊരു പെണ്ണിനെ എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടും അച്ഛ? ലക്ഷ് അച്ഛൻ്റെ മുന്നിൽ നിന്നും ഇടറിയ സ്വരത്തോടെ പറഞ്ഞതും അയാൾ മകൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അയാൾ പോയതും വനിജ മകൻ്റെ അരികിൽ വന്നു അവൻ്റെ കവിളിൽ പതിയെ തലോടി. ഹേയ്, കുഴപ്പമില്ലമ്മ, എനിക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ശിവാനിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് അമ്മ തന്നു, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. അത് കേട്ടതും അവർ മകനെ ഇറുകെ പുണർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ലക്ഷ് തൻ്റെ അച്ഛനല്ല ഇതൊന്നും ചെയ്തതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി 2-3 തവണ ശിവാനിയുടെ വീട്ടിൽ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. അവന് മുന്നിൽ അവൾ വാതിൽ കൊട്ടിയടച്ചു. ഇനി ഈ താലിയുടെ ബന്ധം പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞവൾ അവൻ അണിയിച്ച താലി കൂടി അന്നേരം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ഈ താലിച്ചരടിനാൽ തീരുന്ന ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂവെന്ന് നീ കരുതിയോ ശിവാനി? ഇല്ല, അതിനുമപ്പുറം ശിവാനി തൻ്റെ ആരൊക്കെയാണ്. ലക്ഷിൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം അതോടെ ലക്ഷ് ഉപേക്ഷിച്ചു. പകരം അവൻ വേറൊരു മാർഗം കണ്ടെത്തി. അതിനുവേണ്ടി അവൻ അവളുടെ അച്ഛൻ്റെ 14 ദിവസത്തെ ദുഃഖാചരണം കഴിയുന്നതുവരെ കാത്തിരുന്നു. അങ്ങനെ ഇന്നേക്ക് ശിവാനിയുടെ അച്ഛൻ മരിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞു. പതിവ് പോലെ അന്നും രാത്രിയിൽ ലക്ഷിൻ്റെ മധുരമുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ശിവാനി. ആദ്യമായി കണ്ടതും ആ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തിയതും ചില്ലി കഷ്ണം കാലിൽ കൊണ്ടപ്പോഴുള്ള അവൻ്റെ അന്നേരത്തെ ഭാവവും അവൻ്റെ കൂടെ പാർട്ടിക്ക് ചെന്നതും അമ്മയുടെ മുന്നിൽ വെച്ച് താലി ചാർത്തിയതും തറവാട്ടിലേക്ക് ചെന്നതും അവിടെ നിന്ന് സിന്ദൂരം ചാർത്തിയതും പിന്നീടുള്ള ടോം ആൻഡ് ജെറി ഫൈറ്റും തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊട്ടതും ഉമ്മ വെച്ചതും പിന്നീട് സമ്മതത്തോടെയുള്ള തൊടലും തലകുടലും കരുതലും പാമ്പിന് മുന്നിൽ പെട്ടപ്പോഴുള്ള അവൻ്റെ കള്ളത്തരങ്ങളും ഒക്കെ ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ടും ഓർമ്മകളിൽ നിന്നുണരാത്ത ശിവാനിയെ കണ്ടിട്ട് അവളും പഠിച്ചുകൊണ്ടിരുന്ന ശ്രാവൺ ഡോർ തുറന്നത്. മുന്നിൽ വന്ന് നിൽക്കുന്ന ആളെ കണ്ടതും ശ്രാവൺ ഒന്നും പറയാതെ ചേച്ചിയുടെ അരികിലെത്തി. ചേച്ചി ദേ അയാൾ വന്നിട്ടുണ്ട്. ആ ശരത്. അത് കേട്ടിട്ടാണ് ശിവാനി ഓർമ്മകളിൽ നിന്നുണരുന്നത്. ശിവാനി ചെന്ന് നോക്കുമ്പോൾ അയാൾ അകത്ത് കയറിയിരുന്നു സിഗരറ്റ് വലിക്കുകയായിരുന്നു.
ശിവാനിക്കത് തീരെ ഇഷ്ടമായില്ല എന്നത് അവളുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ പറ്റിയിട്ടും അവൻ കൂട്ടാക്കാതെ വാലി തുടർന്നു. നിങ്ങളെന്തിനാ ഈ അസമയത്ത് ഇങ്ങോട്ട് വന്നത്? ശിവാനിയുടെ സ്വരത്തിൽ ഇഷ്ടക്കേട് കലർന്നിരുന്നു. എനിക്കിവിടെ കയറിയിറങ്ങാൻ നേരവും കാലവും ഒക്കെ നോക്കണോ? ഇതെൻ്റെ അമ്മാവൻ്റെ വീടാണ്. നിങ്ങൾ എൻ്റെ അമ്മാവൻ്റെ മക്കളും. നീ എൻ്റെ മുറപ്പെണ്ണ. അങ്ങനെ നോക്കിയാൽ നിന്നിൽ എനിക്കാണിപ്പോൾ പൂർണ്ണ അധികാരം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന്. അപ്പം അമ്മയാ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുത്തെ കാര്യമൊക്കെ അന്വേഷിക്കണമെന്ന്. നിന്നെപ്പോലൊരു സുന്ദരി ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ. അതുകൊണ്ടേ വേണമെങ്കിൽ ഇന്ന് ഞാനിവിടെ കൂടിയേക്കാം. അവൻ ശിവാനിയെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും ആവശ്യമില്ലെങ്കിലോ? എന്നെ കെട്ടാൻ നടക്കുന്നു. താൻ അത് മോഹിച്ച് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. കൂടാതെ ഇവനുണ്ട്. ഒരുത്തനെ തല്ലാനും കൊല്ലാനും ഞാനും ഇവനും ധാരാളം. ശിവാനി അവന് മുന്നിൽ തെല്ലും പതറാതെ പറഞ്ഞു. നീ ആരാന്നാടി നിന്റെ വിചാരം? ഇവിടെ ഇടയ്ക്കിടെ കയറി വരുന്ന അവനെ കണ്ടിട്ടാണോ ഈ നെഗ്ലിപ്പ്? അവൻ്റെ കൂടെ കുറച്ചു നാൾ ഒരുമിച്ച് താമസിച്ചൊക്കെയും ഞാൻ അറിഞ്ഞു. അവൻ്റെ എച്ചിലാണ് നീയെന്നേ എനിക്ക് നന്നായിട്ട് അറിയാടി. അത് കേട്ടതും ശിവാനി അവൻ്റെ മുഖത്തെ കാഞ്ഞു വീശി. തൻ്റെ അനിയൻ്റെ മുന്നിൽ വെച്ച് ഇതൊക്കെയും കേട്ടപ്പോൾ ശിവാനിക്ക് സഹിക്കാനായില്ല. അതാണ് പെട്ടെന്ന് അങ്ങനെ പ്രതികരിച്ചത്. അടികൊണ്ട ശരത് ശിവാനിയുടെ കഴുത്തിൽ പിടിമുറുക്കിയപ്പോൾ ശിവാനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി. വിടടോ എൻ്റെ ചേച്ചിയെ, വിടാൻ. ഇല്ലേ നീയെ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. നിന്നെ കൊന്ന മൈനറായി എനിക്ക് കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനൊന്നും പോണില്ല എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിന് നേരെ അടുക്കളയിലെ വെട്ടുകത്തിയുമായി വന്ന ശ്രാവണിനെ കണ്ടതും ശരത് പേടിച്ചു. ശിവാനിയിൽ നിന്നുള്ള പിടിവിട്ടു. പിന്നീട് ശരത്തിനെ പിടിച്ചു തള്ളി ശ്രാവൺ മുൻവാതിൽ കൊട്ടിയടക്കുമ്പോൾ അവൻ മനസ്സിൽ ചിലത് ഉറപ്പിച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷം എല്ലാവരോടും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്നും പറഞ്ഞാണ് ലക്ഷ് എല്ലാവരെയും തൻ്റെ വില്ലയിലേക്ക് ക്ഷണിച്ചത്. വല്യച്ഛനെയും അപ്പച്ചിയും മേഘയെയും അവൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അതിനാ മേഘ കാര്യം അറിയാതെ ഇത്തിരി ആഡംബരത്തോടെ തന്നെയാണ് അവിടെ ചെന്നത്. ലക്ഷിൻ്റെ അച്ഛനും അവൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയിരുന്നു. ശ്രാവൺ, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഇനിയെങ്കിലും നീ ഒന്ന് പറ. എൻ്റെ ചേച്ചി ഒന്ന് ക്ഷമിക്ക്. ഇപ്പോൾ സ്ഥലം എത്തും എന്നും പറഞ്ഞു ഇരുവരും സഞ്ചരിച്ച ഓട്ടോക്കാരനോട് ഇവിടെ നിർത്തിയാൽ മതി എന്നും പറഞ്ഞതും ഓട്ടോ നിർത്തി. പൈസയും കൊടുത്ത് ശിവാനിയുടെ കൈയും പിടിച്ച് ശ്രാവൺ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് ലക്ഷിൻ്റെ വില്ലയാണെന്ന്. ഇരുവരെയും കാത്ത് ലക്ഷ് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവനെ കണ്ടതും ശിവാനി ശ്രാവണിനെ ദഹിപ്പിച്ചു നോക്കി. ഇതിനായിരുന്നല്ലേ നീ എന്നോട് കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്? എന്താ ശ്രാവൺ നിന്റെ ഉദ്ദേശം? ചേച്ചി, ഒരൊറ്റ തവണ ലക്ഷ്യ സാറിന് ചേച്ചി അവസരം കൊടുക്കണം. സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. പ്ലീസ് ചേച്ചി, ഞാൻ സാറിന് വാക്ക് കൊടുത്തു പോയി. എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞാൽ എന്തും സമ്മതിക്കും, നോ പറയില്ല എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു പോയി. ഇനി എന്നെ നാറ്റിക്കരുത്. അതുമല്ല, സാറ് മനസ്സിലാക്കട്ടെ, എൻ്റെ ചേച്ചിക്ക് ഞാൻ കഴിഞ്ഞ മറ്റാരും ഉണ്ടെന്ന്. സാറ് പോലും. ശിവാനിയെ പാളി നോക്കിക്കണ്ട് ശ്യാമൻ പറഞ്ഞതും ശിവാനി അവനെ പ്രത്യേക ഭാവത്തെ ഒന്ന് നോക്കി. മോന് ഈ കുരുട്ടുബുദ്ധിയൊക്കെ പറഞ്ഞു തന്നത് ആരാ? വെറും 2 ദിവസം കൊണ്ട് ഉള്ള കള്ളത്തരം മൊത്തം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞു ശിവാനി ലക്ഷിൻ്റെ മനസ്സിൽ നന്നായിട്ടൊന്ന് പ്രാഗി. ശരി, ഒരേ ഒരു തവണ. ഇത് കഴിഞ്ഞാൽ നീ അയാളുടെ പേരും പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത് എന്ന് ശിവാനി പറഞ്ഞപ്പോൾ ശ്രാവൺ സമ്മതം അറിയിച്ചു. ശിവാനിയും ശ്രാവണിനെയും ലക്ഷിൻ്റെ നിർദ്ദേശപ്രകാരം വനിത അകത്തേക്ക് സ്വീകരിച്ചു. ഇരുവരെയും കണ്ടതും അപ്പച്ചിയുടെയും വല്യച്ഛൻ്റെയും മുഖമൊന്നും മങ്ങി. മേഘക്ക് ശിവാനി വന്നതേ തീരെ ദഹിച്ചില്ല. ലക്ഷ് എല്ലാവരുടെയും മുന്നിൽ വന്ന് സംസാരത്തിന് തുടക്കമിട്ടു. ശിവാനി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അതുകൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് ശ്രാവൺ, ശിവാനിയുടെ അനിയൻ. പിന്നെ അപ്പച്ചിക്കും വല്യച്ഛനും ശ്രാവണിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നില്ലേ അല്ലേ അപ്പച്ചി? ലക്ഷ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവർ നിന്ന് വിയർത്തു. അപ്പച്ചി നല്ലോണം വിയർക്കുന്നുണ്ടല്ലോ. AC-യുടെ തണുപ്പൊന്നും ഏൽക്കുന്നില്ല എന്നുണ്ടോ? ലക്ഷിൻ്റെ പരിഹാസം അവർക്ക് മനസ്സിലായിരുന്നു. അല്ലേ ശ്രവൺ, ഈ വല്യച്ഛൻ നിങ്ങളുടെ അച്ഛനെ കാണാൻ വന്നപ്പോൾ ശ്രവൺ അവിടെ ഉണ്ടായിരുന്നില്ലേ? ലക്ഷ് ശ്രാവണിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഉണ്ടായിരുന്നു സാർ, ശ്രാവൺ മറുപടി പറഞ്ഞു. സാറോ? ആരുടെ സാർ? ചേട്ടൻ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഞാൻ. എന്നെ സാറെന്ന് വിളിക്കുക അത് പറ്റില്ല. ശിവാനിയെ പാളി നോക്കിക്കൊണ്ട് ലക്ഷ്യ പറഞ്ഞപ്പോൾ ശിവാനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി. അല്ല, വല്യച്ഛൻ എന്തിനാ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവിടെ പോയത്? പിന്നെ എന്തൊക്കെയാണ് അവിടെ ചെന്ന് പറഞ്ഞത്? നിന്റെ വല്യച്ഛനാണെങ്കിലും ഞാൻ നിന്നെ സ്വന്തം മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് വെച്ചാണ് ഞാൻ അവിടെ അച്ഛൻ എന്ന് പരിചയപ്പെടുത്തിയത്. വല്യച്ഛൻ എങ്ങനെയെങ്കിലും തടി ഊരിപ്പോവാന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു. ശരി, വല്യച്ഛൻ്റെ ആ ഫോണിങ് തന്നേ എന്ന് പറഞ്ഞ് ലക്ഷ അയാൾക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അയാളുടെ കൈയൊന്ന് വിറച്ചു. എന്തിനാ നിനക്ക് എൻ്റെ ഫോൺ? അയാൾ അല്പം പേടിയോടെ ചോദിച്ചു.
എന്തിനാന്നോ എന്നോട് ഇത്രയും സ്നേഹമുള്ള വല്യച്ഛൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്നും പറഞ്ഞു അയാളുടെ ഫോൺ വാങ്ങി ശിവാനിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ മഹാദേവൻ സർ എന്ന് തെളിഞ്ഞതും ശിവാനി വിശ്വാസം വരാതെ ലക്ഷ്മണനെ നോക്കി. ആ കോൾ എടുക്കു ശിവാനി, ഞാൻ സംസാരിക്കട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ശിവാനി കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഇപ്പം മനസ്സിലായോ ശിവാനി, എൻ്റെ അച്ഛൻ ഇതിൽ രണ്ടിലും ഒരു പങ്കുമില്ലെന്ന്. ഇത് രണ്ടും ഈ നിൽക്കുന്ന വല്യച്ഛൻ്റെയും അപ്പച്ചിയുടെയും അവരുടെ മകളുടെയും ഡ്രാമ ആയിരുന്നു, നിന്നെയും എന്നെയും തെറ്റിക്കാൻ. എന്നിട്ട് ഇവരുടെ മകളെ ഞാൻ കെട്ടു എന്ന് കരുതി. അതിന് നീ ഈ ജന്മം എന്നല്ല 7 ജന്മം കാത്തിരുന്നാലും നടക്കില്ല മേഘ. കാരണം ഈ ജന്മവും വരും ജന്മങ്ങളും ഞാൻ ഈ നിൽക്കുന്ന ശിവാനിക്ക് മാത്രം സ്വന്തമായിരിക്കും. മേഘയുടെ നേരെ തിരിഞ്ഞാണ് ലക്ഷ്യ അത് പറഞ്ഞത്. എന്നിട്ട് അവളുടെ ഇരു കവളിലും മാറി മാറി അടിച്ചു. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം കുറ്റകരമാണെന്ന് അറിയാം, പക്ഷെ ഇത് നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആണാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? ഇതെന്തിനാണെന്നറിയോ? നീ ഒരുത്തിയ തറവാട്ടിലേക്ക് വേഷം കെട്ടി അയച്ചിരുന്നില്ലേ, അതിന്. പിന്നെ നിന്റെ അമ്മയുടെ വാക്കും കേട്ട് നടന്ന് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതിന്. നീയൊക്കെ എവിടത്തെ ഡോക്ടറാടി? ഇങ്ങനെ പോയാൽ നിന്റെ നിലനിൽപ്പിന് വേണ്ടി രോഗികളെ പോലും കൊല്ലാൻ മടിക്കില്ലല്ലോ. ഇനി ശിവാനിക്ക് നേരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോഴേ ഇതൊക്കെ ഓർത്താൽ മതി. അപ്പച്ചിയോടും കൂടിയാ പറയുന്നത്. ഇനി ഇതുപോലെ വല്ലതും ചെയ്താൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ, കേട്ടല്ലോ? എല്ലാവരും ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാ. ലക്ഷ് വല്യച്ഛനെ നോക്കിയായിരുന്നു അത് പറഞ്ഞത്. ശിവാനി, ഞാൻ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായവരെ മുന്നിൽ കൊണ്ട് നിർത്താമെന്ന്. ഇതേ നിർത്തി. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ലക്ഷ് ശിവാനിക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് എല്ലാവരോടും പറയാൻ ഒന്നേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. ശിവാനി അതും പറഞ്ഞ് കൈകൂപ്പി. കുട്ടിയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് സത്യമാണ്, പക്ഷേ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് അറിയാത്ത കാര്യമാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് കുട്ടി വെറുതെ എൻ്റെ മകനെ വെറുക്കരുത്. ഇനി ഞാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നിനും വരില്ല. എൻ്റെ ചേട്ടനും ചേച്ചിയും കാരണം കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മഹാദേവൻ ശിവാനിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾ ഒന്നും പറയാനാവാതെ തറഞ്ഞുപോയി. ഞാനായിട്ട് ശിവാനിയോട് ചെയ്ത തെറ്റ് ഞാനായി തിരുത്തുന്നു എന്ന് പറഞ്ഞ് ലക്ഷ് ശിവാനിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. തിരുമേനി, മുഹൂർത്തമായോ? ലക്ഷിൻ്റെ ചോദ്യം കേട്ട് പൂജാരി പറഞ്ഞു, ഇതാണ് ശുഭമുഹൂർത്തം, താലി കെട്ടിക്കോളൂ. ലളിതമായ രീതിയിൽ ഒരുക്കിയ കതിർ മണ്ഡപത്തിന് മുന്നിൽ വെച്ച് അഗ്നിസാക്ഷിയായി ലക്ഷ് തൻ്റെ മാതാപിതാക്കളുടെയും ശിവാനിയുടെ അനിയൻ്റെയും സാന്നിധ്യത്തിൽ ശിവാനി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയിരുന്നു. ശിവാനിയുടെ തീക്ഷ്ണമായ നോട്ടം ലക്ഷ് വകവെച്ചില്ല. ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ശേഷം ശിവാനിയുടെ കൈയും പിടിച്ചു അഗ്നിയെ വലയം ചെയ്തു. കുടുംബാംഗങ്ങൾ ലക്ഷ്മിയുടെ ഈ പ്രവൃത്തി തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പലരുടെയും മുഖം ഇത് കണ്ട് മങ്ങി. ഇത് കണ്ട് മേഘയുടെ ഉള്ളിൽ പകയെറിഞ്ഞു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ ലക്ഷ് ചടങ്ങുകളൊക്കെയും പൂർത്തിയാക്കി ശിവാനിയുടെ കഴുത്തിൽ പൂമാല ചാർത്തി. തിരിച്ചും ആർക്കു വേണ്ടി ശിവാനി അവൻ്റെ കഴുത്തിൽ പൂമാല ചാർത്തി. വിവാഹ രജിസ്ട്രേഷൻ കൂടി അവിടെ വെച്ച് തന്നെ നടന്നു. ശിവാനി തൻ്റെ കഴുത്തിലെ പൂമാല അവിടെ ഊരി വെച്ച് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പിന്നാലെ ശ്രാവണും ലക്ഷും. ലക്ഷ്മിനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, വീണ്ടും എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. പക്ഷേ തോൽക്കാൻ ശിവാനിക്ക് മനസ്സില്ല. ഈ താലി കെട്ടി എന്ന് കരുതി ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുമെന്ന് കരുതണ്ട, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രാവണിൻ്റെ കൈയും പിടിച്ചു അവൾ നടന്നകന്നു. രാത്രി ഒരു 8 മണി നേരത്താണ് ലക്ഷ് ശ്രാവണിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഹലോ ചേട്ടാ, എത്തിയോ? എത്തി. പക്ഷെ നിന്റെ ചേച്ചി എന്നെ അടിച്ചിറക്കില്ല എന്ന് ആര് കണ്ടു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചേട്ടൻ കോളിംഗ് ബെൽ അമർത്തിക്കേ. ഓക്കെ, ഇതേ അമർത്തി. ലക്ഷ് അതും പറഞ്ഞ് കോളിംഗ് ബെൽ പ്രസ് ചെയ്തു. ഇതേസമയം ശിവാനി കോളിംഗ് ബെൽ ശബ്ദം കേട്ട് അത് ശരത്തായിരിക്കും എന്ന് കരുതി വെട്ടുകത്തി എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മിയാണ് കാണുന്നത്. കത്തിയും പിടിച്ചു നിൽക്കുന്ന ശിവാനിയെ കണ്ട് ലക്ഷ്മി ഒന്ന് പതറിയെങ്കിലും അപ്പോഴേക്കും ശ്രാവണെത്തി ലക്ഷ്മി അകത്തേക്ക് ക്ഷണിച്ചു. സോറി ചേട്ടാ, ചേച്ചി കരുതി കാണും ഇത് മറ്റവനാണെന്ന്, ആ ശരത്. ശ്രാവൺ ലക്ഷ്മിൻ്റെ മുന്നിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ ശിവാനി അവനെ നോക്കി പേടിപ്പിച്ചു. ചേച്ചി നോക്കിയൊന്നും വേണ്ട, ഞാൻ ചേട്ടനോട് എല്ലാം പറഞ്ഞിരുന്നു. ഞാൻ അവനോട് അന്നേരം പഞ്ച് ഡയലോഗ് ഇട്ടതെന്ന് സത്യമാണ്. പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചേച്ചി സംരക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാ ധൃതി പിടിച്ചൊരു കല്യാണത്തിന് ഞാനും കൂട്ടി നിന്നത്. ഇത് കണ്ട് അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോയി പഠിക്കട്ടെ എന്നും പറഞ്ഞ് ശ്രാവൺ പോവാൻ നേരം ലക്ഷ് തൻ്റെ കയ്യിലുള്ള സ്വീറ്റ്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും കവറുകൾ അവന് നേരെ നീട്ടി. അത് വാങ്ങിച്ച് അവൻ അവിടെ നിന്ന് പോയപ്പോൾ ശിവാനി കത്തി ഒരു ഭാഗത്ത് വെച്ച് ലക്ഷ്മി നേരെ തിരിഞ്ഞോട് ചോദിച്ചു, എന്താ സാറിൻ്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. നിനക്ക് എൻ്റെ കൂടെ താമസിക്കാനല്ലേ പറ്റാത്തുള്ളൂ. എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാമല്ലോ. അതുകൊണ്ട് കുറച്ച് നാൾ ഞാനിവിടെ കാണും. രാത്രിയിൽ ഭാര്യയ്ക്ക് കൂട്ടിരിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ നോക്കട്ടെ ഇനി ആരാ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വരികയെന്ന്. ഇപ്പോൾ എന്നേക്കാൾ നിന്നിൽ അധികാരം ആർക്കാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതിനു വേണ്ടിയാ ഇതൊക്കെയും. അല്ലാതെ നിൻ്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നതൊന്നുമല്ല.
അതിന് പറ്റിയ സമയവും സന്ദർഭവും അല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒന്നും വേണ്ടെന്ന് വെച്ചത്. പക്ഷേ സമയമാകുമ്പോഴേ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനും എനിക്കറിയാം. തൽക്കാലം ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് അവളുടെ കവളിൽ അമർത്തി മുത്തിയപ്പോൾ ശിവാനി അവനെ നോക്കി പേടിപ്പിച്ച് അവിടുന്ന് നടക്കാനൊരുങ്ങി. അതെ, എനിക്കൊരു മുറി കിട്ടുമോ? ലക്ഷ് വിളിച്ചു ചോദിച്ചു. വഴിയെ പോണവർക്ക് മുറി കൊടുക്കാനും അഭയം കൊടുക്കാനും ഇത് സത്രമൊന്നും അല്ല. ഓ അങ്ങനെ, എന്നാ നിന്റെ മുറിയിൽ ഇത്തിരി സ്പേസ് തന്നാലും മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കേട്ടതും ശിവാനി കടുപ്പിച്ചൊരു നോട്ടം നൽകി പോവാൻ നേരാണ് കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നത്. ലക്ഷ് ആരാന്നറിയാൻ കട്ടം മാറ്റി ജനാലിൽ കൂടി നോക്കിയപ്പോൾ അത് ശരത്താണെന്ന് മനസ്സിലായി. നീ ചെന്ന് തുറക്കുമെന്നും പറഞ്ഞ് ശിവാനിയെ പറഞ്ഞയച്ചു. ശിവാനിയുടെ മുഖത്ത് ഭയം നിഴലിച്ചപ്പോൾ ലക്ഷ് പേടിക്കേണ്ട, ഞാനുണ്ട് എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു. ശിവാനി ചെന്ന് ഡോർ തുറന്നതും വല്ലാത്ത ഭാവത്തെ നോക്കുന്ന ശരത്തിനെയാണ് കണ്ടത്. ശിവാനി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവൻ അകത്ത് കയറി. ഡോറടിച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടതും ശരത് നിഗൂഢമായ ചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഡോറിനോട് ചേർന്ന് നിന്ന് തന്നെ ഉറ്റുനോക്കുന്ന ലക്ഷ്മിയും.